സ്വാഗതം. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. ആദ്യമായി കേന്ദ്ര സർക്കാർ സർവീസിലെ വിവിധ തസ്തികകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സാമുദായിക സംവരണമില്ലാത്ത സാമ്പത്തിക ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. സാമ്പത്തിക പിന്നോക്കാവസ്ഥ തെളിയിക്കുന്നതിനുള്ള അർഹതാ മാനദണ്ഡങ്ങൾ: അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്ക വിഭാഗത്തിലോ ഉള്ള സംവരണത്തിന് അർഹതയുള്ളവരായിരിക്കരുത്. അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ അല്ലെങ്കിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്ക വിഭാഗത്തിലോ ഉള്ള സംവരണത്തിന് അർഹതയുള്ളവരായിരിക്കരുത്. 2. കുടുംബത്തിൻ്റെ ആകെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. കുടുംബം എന്നതിൽ അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക, മാതാപിതാക്കൾ, 18 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ, 18 വയസ്സിന് താഴെ പ്രായമുള്ള സഹോദരങ്ങൾ, അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ പങ്കാളി എന്നിവർ ഉൾപ്പെടുന്നതാണ്. അപേക്ഷിക്കുന്ന വർഷത്തിനു തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷത്തിലെ വരുമാനമാണ് ഇതിനായി കണക്കാക്കേണ്ടത്. വരുമാനം എന്നതിൽ ശമ്പളം, കൃഷി, ബിസിനസ്, പ്രൊഫഷണൽ തുടങ്ങിയ എല്ലാ ഇനങ്ങളിലുമുള്ള വരുമാനം ഉൾപ്പെടുന്നതാണ്. കുടുംബത്തിന് 5 ഏക്കറോ അതിൽ കൂടുതലോ കൃഷിഭൂമി ഉണ്ടാകരുത്. 1000 ചതുരശ്ര അടിയോ അതിൽ കൂടുതലോ വലിപ്പമുള്ള റെസിഡൻഷ്യൽ ഫ്ലാറ്റ്, അതായത് താമസ സൗകര്യത്തിനുള്ള വീട് ഉണ്ടാകരുത്. 1000 ചതുരശ്ര അടിയിൽ കൂടാൻ പാടില്ല. വിജ്ഞാപനം ചെയ്യപ്പെട്ട മുനിസിപ്പാലിറ്റികളിൽ 100 ചതുരശ്ര യാർഡ്, അതായത് 2.6 സെന്റ് അതിൽ കൂടുതലോ വിസ്തീർണമുള്ള വസ്തു ഉണ്ടാകരുത്. വിജ്ഞാപനം ചെയ്യപ്പെട്ട മുനിസിപ്പാലിറ്റികളിൽ അല്ലാത്തിടത്ത് 200 ചതുരശ്ര യാർഡ്, അതായത് 4.13 സെന്റോ അതിൽ കൂടുതലോ വിസ്തീർണമുള്ള വസ്തു ഉണ്ടാകരുത്. വസ്തു എന്ന് ഉദ്ദേശിക്കുന്നത് താമസ യോഗ്യമായ വസ്തു ഉണ്ടാകരുത്. 4.13 കൂടുതൽ മുനിസിപ്പാലിറ്റികളിൽ താമസ യോഗ്യമായ വസ്തു ഉണ്ടാകരുത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഇപ്രകാരം ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ താമസ സ്ഥലം ഉൾപ്പെടുന്ന പ്രദേശത്തിലെ താലൂക്ക് തഹസീൽദാർ, റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർ എന്നിവരെയാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് അധികാരപ്പെടുത്തിയിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തഹസീൽദാർ, റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർ എന്നിവരുടെ തീരുമാനത്തിനെതിരെ അല്ലെങ്കിൽ അവർ നൽകുന്ന സർട്ടിഫിക്കറ്റ് തൃപ്തികരമല്ല എങ്കിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവർക്ക് അപ്പീൽ അപേക്ഷ നൽകാവുന്നതാണ്. ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ സമർപ്പിച്ച് 10 ദിവസങ്ങൾക്കുള്ളിൽ തീർപ്പാക്കുന്നതാണ്. അതായത് 10 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് നൽകുകയോ അല്ലെങ്കിൽ നിരസിക്കൽ അറിയിപ്പ് നൽകുകയോ ചെയ്യേണ്ടതാണ്. നിർദ്ദിഷ്ട ഫോറത്തിൽ ലഭിക്കുന്ന ഈ സർട്ടിഫിക്കറ്റിൻ്റെ സാധുതാ കാലയളവ് അനുവദിച്ച തീയതി മുതൽ 1 വർഷമാണ്. അടുത്തതായി സംസ്ഥാനത്തെ മുന്നോക്ക വിഭാഗങ്ങളിലെ
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണത്തിനുള്ള അർഹത നിശ്ചയിക്കുന്ന EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായുള്ള മാനദണ്ഡങ്ങളാണ്. 1. അപേക്ഷകൻ പട്ടികജാതി, പട്ടികവർഗം, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്നീ സംവരണ വിഭാഗത്തിൽ പെടാത്തവരായിരിക്കണം. അപേക്ഷകർ പട്ടികജാതി, പട്ടികവർഗം, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്നീ സംവരണ വിഭാഗത്തിൽ പെടാത്തവരായിരിക്കണം. 2. അപേക്ഷകന്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ കുടുംബ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ പരിധി നിർണയിക്കപ്പെട്ടിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളിൽ നിന്നുള്ള കാർഷിക വരുമാനം, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, കുടുംബ പെൻഷൻ, തൊഴിലില്ലായ്മ വേതനം, ഉത്സവ ഭത്ത, വിരമിക്കൽ ആനുകൂല്യങ്ങൾ, യാത്രാഭത്ത എന്നിവ വാർഷിക വരുമാനമായി പരിഗണിക്കുന്നതല്ല. അപേക്ഷകന്റെ കുടുംബ ഭൂസ്വത്ത് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലാണെങ്കിൽ 2.5 ഏക്കറിലും മുനിസിപ്പൽ പ്രദേശങ്ങളിലാണെങ്കിൽ 75 സെന്റിലും കോർപ്പറേഷൻ പ്രദേശങ്ങളിലാണെങ്കിൽ 50 സെന്റിലും അധികമാകാൻ പാടില്ല. ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലുമായി കുടുംബത്തിന് ഭൂസ്വത്തുണ്ടെങ്കിൽ അതിൻ്റെ ആകെ വിസ്തൃതി 2.5 ഏക്കറിൽ അധികമാകാനും പാടില്ല. മുനിസിപ്പൽ പ്രദേശങ്ങളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലുമായി കുടുംബത്തിന് ഭൂസ്വത്തുണ്ടെങ്കിൽ അതിൻ്റെ ആകെ വിസ്തൃതി 75 സെന്റിൽ അധികരിക്കുവാൻ പാടില്ല. ഭൂവിസ്തൃതി കണക്കാക്കുന്നതിന് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഭൂമി കണക്കിലെടുക്കേണ്ടതാണ്. ഭൂമി എന്നതിൽ എല്ലാത്തരം ഭൂമിയും ഉൾപ്പെടുന്നതാണ്. കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ആകെ ഹൗസ് പ്ലോട്ടുകളുടെ വിസ്തൃതി മുനിസിപ്പൽ പ്രദേശങ്ങളിൽ 20 സെന്റിലും കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ 15 സെന്റിലും അധികരിക്കുവാൻ പാടില്ല. കുടുംബത്തിന് ഒന്നിലധികം ഹൗസ് പ്ലോട്ട് കൈവശമുണ്ടെങ്കിൽ അവയെല്ലാം കൂട്ടിച്ചേർത്തായിരിക്കും വിസ്തൃതി കണക്കാക്കുന്നത്. കുടുംബത്തിന് മുനിസിപ്പൽ പ്രദേശങ്ങളിലും കോർപ്പറേഷൻ പ്രദേശങ്ങളിലും ഹൗസ് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവ കൂട്ടിച്ചേർത്ത് കണക്കാക്കിയാൽ വിസ്തൃതി 20 സെന്റിൽ അധികരിക്കുവാൻ പാടില്ല. ഹൗസ് പ്ലോട്ട് എന്നാൽ വീട് നിൽക്കുന്നതോ വീട് നിർമ്മിക്കാൻ കഴിയുന്നതോ ആയ ഭൂമി എന്നാണ് അർത്ഥം. ഇപ്രകാരമുള്ള സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾക്ക് വേണ്ടി കുടുംബം എന്ന നിർവചനത്തിൽ അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക, മാതാപിതാക്കൾ, 18 വയസ്സിന് താഴെ പ്രായമുള്ള സഹോദരങ്ങൾ, അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷകയുടെ പങ്കാളി, 18 വയസ്സിൽ താഴെയുള്ള മക്കൾ എന്നിവരാണ് കുടുംബം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. AAY വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ളവർ മറ്റു മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹരാണ്. അപ്രകാരമുള്ളവർക്ക് പ്രസ്തുത വിഭാഗങ്ങൾക്കായി നൽകിയിട്ടുള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റിൽ നൽകിയാൽ മതിയാകുന്നതാണ്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോറത്തിലാണ് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകളുടെ വിശദാംശങ്ങൾ അപേക്ഷാ ഫോറത്തിൽ അപേക്ഷകൻ സത്യവാങ്മൂലമായി സമർപ്പിക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പീൽ സമർപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട തഹസീൽദാർക്കും റിവിഷൻ ആവശ്യമുള്ള പക്ഷം അപേക്ഷ സമർപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കുമാണ്. അതായത് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് തർക്കമുള്ള പക്ഷം അപ്പീൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.
പ്രസ്തുത അപേക്ഷ തഹസീൽദാർക്കോ റിവിഷൻ ആവശ്യമുള്ള പക്ഷം ബന്ധപ്പെട്ട റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കോ ആണ് സമർപ്പിക്കേണ്ടത്. അടുത്തതായി, കേരളത്തിലെ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ലഭിക്കുന്നതിനായി സമർപ്പിക്കേണ്ട EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ പരിചയപ്പെടാം. ഹിന്ദുക്കളായ സംവരണേതര സമുദായങ്ങളിൽപ്പെട്ടവർക്കാണ് ഈ സംവരണം ലഭിക്കുന്നത്. വില്ലേജ് ഓഫീസറാണ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ദേവസ്വം നിയമനങ്ങൾക്കുള്ള EWS സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ കുടുംബാംഗങ്ങളിൽ ആർക്കും സംസ്ഥാന സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലേതെങ്കിലും സ്ഥിര ജോലി ഉണ്ടാകരുത്. എന്നാൽ പാർട്ട് ടൈം, താൽക്കാലിക ജീവനക്കാർ ഇതിൽ ഉൾപ്പെടുന്നില്ല. കുടുംബാംഗങ്ങളിൽ ആരും ആദായ നികുതി നൽകുന്നവരായിരിക്കരുത്. കുടുംബത്തിന് 1 ഏക്കറിൽ അധികം ഭൂമി ഉണ്ടാകരുത്. കുടുംബങ്ങളിൽ ആർക്കും 25,000 രൂപയോ അതിൽ കൂടുതലോ പ്രതിമാസ വരുമാനമുണ്ടാകരുത്. EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി സമർപ്പിക്കേണ്ട രേഖകൾ: അപേക്ഷകൻ്റെയും രക്ഷകർത്താക്കളുടെയും SSLC സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ ശരിപ്പകർപ്പ്, കരം അടച്ച രസീത്, വരുമാനം തെളിയിക്കുന്ന രേഖ, വരുമാനവുമായി ബന്ധപ്പെട്ട ഒരു സത്യപ്രസ്താവന എന്നീ രേഖകളാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറുപടി നൽകുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.